നീറ്റ് പരീക്ഷ അട്ടിമറിച്ചെന്നാരോപിച്ച് എസ്എഫ്ഐ കണ്ണൂരിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറി പ്രതിഷേധിച്ചു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തു കയറി. വൻ പോലീസ് സന്നാഹത്തെ മറികടന്നാണ് പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് ഇരച്ചു കയറിയത്. പ്രവർത്തകർ ഓഫീസിന് മുൻവശം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. എസ്എഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം കഷ്ടപ്പെട്ട് സമയമെടുത്ത് അവരുടെ ശാരീരികവും മാനസികവുമായ വലിയ അധ്വാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ നീറ്റ് പരീക്ഷയും എഴുതാറ്. +2 പഠനത്തോടൊപ്പം ഒരു തവണ നീറ്റ് പരീക്ഷ എഴുതും. +2 കഴിഞ്ഞാൽ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യും. എന്നിട്ടും എലിജിബിൾ ആയില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റുകൾ ചെയ്യും. അങ്ങനെ 2, 3, 4 തവണ ഓരോ വർഷവും മാറ്റിവെച്ച് വലിയ തുക കോച്ചിങ് സെന്ററുകൾക്ക് നൽകി രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഭാവിയിൽ ഒരു ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നീറ്റ് പരീക്ഷ എഴുതാറും. ആ കുട്ടികൾ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, ഞങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് എതിരഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പോലീസുകാരോ മാധ്യമ സുഹൃത്തുക്കളോ ജീവനക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നിമിഷം 10, 18, 20 വയസ്സുള്ള ഒരു മെഡിക്കൽ ആസ്പിറന്റ് ആയ ഒരു വിദ്യാർത്ഥിയുടെ ഈ ദിവസങ്ങളിലെ മാനസികാവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചു. ഇത്രനാൾ കഷ്ടപ്പെട്ട് എഴുതിയ ഒരു പരീക്ഷ വീണ്ടും എഴുതേണ്ടി വരുമ്പോൾ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെന്റൽ സ്ട്രെസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് ആലോചിച്ചു. എസ്എഫ്ഐക്കാർ സമരവുമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഹെൽമറ്റ് ഇട്ട് പാഡും വെച്ച് കയ്യിൽ ലാത്തിയും പിടിച്ച് നിൽക്കുന്ന പോലീസുകാർ, നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല +2 പഠിക്കുന്ന മക്കൾ, നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല സ്വന്തം മക്കളെ ഡോക്ടറായി കാണണമെന്ന്, സ്വന്തം മോളും മോനും ഒരു ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ആ മക്കൾ നാളെ നീറ്റ് പരീക്ഷ എഴുതിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ മകളോ ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു. ആ മാനസികാവസ്ഥ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പം നിലയുറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് TP ആദർശ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില, KK ഗിരീഷ്, KT അലീഷ, വൈഷ്ണവ് ബാലൻ, അശ്വന്ത് മട്ടന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.